മൗണ്ടെയിൻ കാണാൻ വന്നിട്ട് തൊട്ടടുത്ത് വരെ എത്തി. ഭയങ്കര സ്നോയാണ്, സ്നോ വീണുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡാണ് കാണാൻ വേണ്ടി. നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും. എൻ്റെ തലയിലൊക്കെ സ്നോയൊക്കെ വീണ് മിക്കവാറും 2 ദിവസത്തേക്ക് ഞാൻ പനിച്ച് കിടക്കുമെന്ന് തോന്നുന്നു. ഞാൻ വന്ന വഴിയൊക്കെ ഉണ്ടാ, ഇപ്പോൾ വന്ന വഴിക്ക് ഒരു ട്രാക്ടർ ഓപ്പോസിറ്റ് വന്ന് ഞാൻ ഓർത്ത് തീർന്നു. കാരണം ഇത് ഒട്ടും വീതിയില്ല, കറക്റ്റ് ഒരു കാറിന് പോകാനുള്ള വീതിയേ ഉള്ളൂ. പിന്നെ അവൻ എങ്ങനെയൊക്കെയോ സൈഡിൽ ഒതുക്കി തന്നിട്ട് നമ്മളെ കയറ്റി വിട്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വ്യൂ ഞാൻ ജീവിതത്തിൽ കാണുമെന്ന് വിചാരിച്ചൊന്നുമല്ല. മഴയാണോ എന്ന് ചോദിച്ചാൽ മഴയല്ല, അതുപോലാണ് ഈ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ലപോലെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ ഗ്ലെനേഡ് ലേക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് മൗണ്ടൈനും ലേക്കും കൂടെ ചേരുന്നൊരു ഏരിയയാണ്. പുറകിൽ ലേക്കുണ്ട്. ഞാൻ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ കാണിക്കാം. എൻ്റെ ബാഡിലേക്ക് ഞാൻ 2 ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് സൺലൈറ്റ് പോയി, അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല ഈ മൗണ്ടെയിന്. ഞാൻ വന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല രസമായിരുന്നു കാണാം. മൗണ്ടെയിന് സൺലൈറ്റ് അടിച്ചിട്ട് നല്ല തിളക്കമൊക്കെ ആയിരുന്നു ഈ മൗണ്ടെയിൻ കാണാൻ വേണ്ടി. അങ്ങനെ തിരിച്ച് ഞാൻ ഗ്ലെനേഡ് ലേക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വ്യൂ. ഫുള്ള് മൂടൽ മഞ്ഞ് കയറിയിട്ട് സൺലൈറ്റും ഇല്ലാതെ നമുക്കൊന്നും ക്ലിയർ അല്ലായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെയല്ല, നല്ല സൺലൈറ്റ് ഉണ്ട്. നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ലേക്കും കാണാൻ പറ്റും, മൗണ്ടെയിനും കാണാൻ പറ്റും. നമുക്ക് ലേക്കിലേക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങി നടക്കാനുള്ള സ്പേസൊക്കെ ഇട്ടിട്ടുണ്ട്. തന്നെയൊക്കെ വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. തെന്നിപ്പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആരും കാണൂല, മുങ്ങിച്ചാവത്തേ ഉള്ളൂ. ഈ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ 2 രീതിയിലായിരിക്കും നമ്മൾ മരിക്കുന്നത്. ഒന്ന് വെള്ളം കുടിച്ചും ഒന്ന് തണുത്തുമായിരിക്കും മരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. ഇതിൻ്റെ 3 സൈഡിൽ നിന്നും മല വന്ന് ഈ ലേക്കിനോട് ചേരുന്നൊരു വ്യൂ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.